തലശ്ശേരി കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നേ. 21 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 42 കിലോമീറ്റർ. അതിനിടയ്ക്ക് ചാടിക്കോടണം. ചാടിയാ പിടികൊടുക്കരുത്. അത്ര ക്ലിയർ ആയിരിക്കണം ചാട്ടം. വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ചാടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ ഒരു വഴി? പിന്നെ ആശുപത്രി. ഒന്നുകിൽ മുറിവേൽക്കണം, അല്ലെങ്കിൽ കടുത്ത രോഗം വരണം. അപ്പോൾ ആശുപത്രി സെല്ലിലോട്ട് മാറ്റും. അവിടെ ബന്ധോസ് കുറവാണോ? കുറവൊന്നുമില്ല. അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കാവലിരിക്കുന്ന ആളെ ദാ ഇങ്ങനൊരു കൊതുവിനടിച്ചിട്ട് നോക്കുമ്പോൾ നമ്മളില്ല, കടന്നു കളഞ്ഞു. ഈസിയാണെങ്കിൽ എല്ലാവരും ജയിലിയാടി പോവില്ലേ? തടവ് ചാട്ടം ആദ്യ സാമർത്ഥ്യക്കാർക്കുള്ളതാ. സോമ, സമരം അക്രമാസക്തമാകാതെ നോക്കേണ്ടത് മാനേജ്മെന്റാണ്. തൊഴിലാളികൾ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ തീരെ അവഗണിച്ച് കളയരുത്. ഭവിഷ്യത്തൊക്കെ ഞാൻ നോക്കിക്കോളാം. സോമ, പിന്നെ വിളിക്കാം. എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ശരി ശരി, ഓക്കെ. വള്ളക്കാലി സോമന കമ്പനി പൂട്ടിക്കാനാണോ ശ്രമമെന്നാ ചോദിക്കുന്നത്. എടാ സോമന, നീ അറിയില്ലേ? എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. അതൊക്കെ പോട്ടെ. കമ്പനിയിൽ സമരം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി ഏതായാലും അമ്മ അങ്ങോട്ട് വരില്ല. അവളെ കൊണ്ടുള്ള ശല്യം തീർന്നെന്ന് പറയാൻ പറ്റില്ല. നീറാ മുരളിയേട്ട അവള് കടിച്ച് ചാവുന്ന ഇനം. അവളെ നമുക്ക് പുനലൂരിലെ തോട്ടത്തിൽ വരുത്തി കടിപ്പിക്കാം. എടാ, അവിടെയും നമ്മൾ സമരം സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഇരിക്കല്ലേ? അല്ല, അത് റബ്ബർ എസ്റ്റേറ്റ് അല്ലേ മുരളിയേട്ടാ? അവിടുത്തെ തൊഴിലാളികൾ സമരത്തിന് നിൽക്കുവോ? ഒന്നാമത് റബ്ബർ ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാ. എടാ, അതൊക്കെ എനിക്ക് വിട്. സമരം കുത്തിപ്പൊക്കാനെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ അച്ഛന്മാരെ കൊണ്ട് ബിഷപ്പിനെതിരെ സമരം ചെയ്യിക്കും. അത് വേറെ കാര്യം. അല്ല, അവിടെ സമരം ചെയ്തിട്ട് എന്തിനാ മുരളി? അമ്മ അങ്ങോട്ട് പോകാറില്ലല്ലോ. ചന്ദ്രേട്ടാ, നമ്മൾ അവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തും. സമരക്കാർക്ക് ഇടയിലേക്ക് അവളുടെ കാറൊന്ന് കടന്നു കിട്ടിയാൽ മതി. പിന്നെ അവൾക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. മുരളി, അതിര് വിട്ടുള്ള കളിയൊന്നും നമുക്ക് വേണ്ട. നമ്മളല്ല ചന്ദ്രേട്ട കളിക്കുന്നേ. നമ്മൾ ചുമ്മാ പ്ലാൻ ചെയ്താൽ മതി. കാലാളും ചാവേറൊക്കെ വേറെയുണ്ട് കരുക്കളായിട്ട് മുന്നിട്ടിറങ്ങാൻ. നമ്മളിപ്പോൾ കഷ്ടിച്ച് തലയൂരി നിൽക്കുക. ഇനി പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണോ? അപ്പോഴേ ചന്ദ്രേട്ടന് നരേന്ദ്രൻ തമ്പിയുടെ സ്വത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും വേണ്ടെന്നാണോ? അങ്ങളെ, തമ്പിയുടെ അമ്മൂന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ ജയനും കുഞ്ഞമ്മൊക്കെ അവകാശികൾ. പുനലൂരിലെയും തമിഴ്നാട്ടിലെയും വസ്തുവകകൾ 5ആയിട്ട് ഭാഗം വെക്കാമെന്ന ജയൻ വാക്ക് തന്നിരിക്കുന്നത്. അങ്കിളിന് പങ്കൊന്നും വേണ്ടെന്നാണോ? അല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാ ഹരീഷ് എന്റെ തലയ്ക്ക് മീതെ കയറി വെട്ടുന്നത്? ചന്ദ്രേട്ട, വല്ലതും കിട്ടണമെങ്കിൽ റിസ്ക് എടുക്കണം. പുനലൂര് സമരം തുടങ്ങി വെച്ചിട്ട് അമ്മൂനെ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിക്കാനാ പ്ലാൻ. ചർച്ച പരാജയപ്പെടും. ഇല്ലെങ്കിൽ പരാജയപ്പെടുത്തും. അതോടെ തൊഴിലാളികൾ അക്രമാസക്തരാവും. അവർക്കിടയിൽ പെട്ടുപോകുന്ന അമ്മൂന് പിന്നെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. കേസ് വന്നാൽ അത് തൊഴിലാളികളുടെ പേരിലല്ലേ വരൂ. 10-200 തൊഴിലാളികൾ ഒരുമിച്ച് നിന്നൊരു കൊലപാതകം നടത്തിയ ആരെ ശിക്ഷിക്കാനാ? തൊഴിൽ സമരത്തിനിടയിലുണ്ടായ ഒരു അത്യാഹിതം, അത്ര തന്നെ. അതങ്ങ് തേഞ്ഞു വാങ്ങി പൊക്കോളും. അങ്ങളുടെ സംഗതി മനസ്സിലായല്ലോ. അപ്പോ മുരളേട്ട, ഞങ്ങളുടെ കാര്യം എങ്ങനാ? എടാ, തമ്പിയുടെ വീട് കിട്ടുന്ന കാര്യമല്ലേ, അത് ഞാനേറ്റു. വിജിലൻസിന്റെ സെർച്ച് ആൻഡ് റൈഡും ഒക്കെ കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ ഞാൻ വീടിന്റെ താക്കോല് നിങ്ങൾക്ക് തരും. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കയറി താമസിക്കാലോ അല്ലേ? എടാ, അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. ഇനി നിങ്ങളുടെ സ്വന്തം വീടാത്. അമ്മു പിന്നെ ആ കിളവിയും പൊട്ടിപ്പെണ്ണിനെയും വിളിച്ചോണ്ട് കയറി വരുമെന്നാ എന്റെ പേടി. ഇനി വന്ന കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ഇറക്കണം. SIയും പോലീസും ഒന്നും നമുക്കെതിരെ ചെറുവരിൽ പോലും ഇറക്കൂല. എടാ, ഞാനില്ലേ, പിന്നെ നിനക്കെന്താ എത്ര സംശയം? എനിക്ക് ഇനിയൊരു സംശയമില്ല. എല്ലാം നമ്മൾ വരയ്ക്കുന്ന വരയക്കട തന്നെ വരും.
എൻ്റെ സമയം വളരെ നല്ലതാ. എന്താ ളിയാ? ഇതാർക്കും എത്ര ക്ഷമയില്ലാത്ത ആരായാലും വേണ്ടില്ല. രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ. ബെല്ലടിക്കുന്നതിനൊരു മര്യാദയില്ലേ? നിങ്ങളാണ് തുരുതുരെ കോളിംഗ് ബെൽ അടിച്ചു കളിച്ചത്. എത്ര അടിക്കണമെന്നൊന്നും എനിക്കറിയാൻ മേല. ഒരു മര്യാദയില്ലേ? ഇയാൾ എവിടെ നിന്ന് വരുന്നു? മര്യാദ എനിക്കിത്തിരി കുറവാ. അല്ല, ഇയാള് മനഃപൂർവ്വം വഴക്കിന് വന്നിരിക്കുകയാണോ? പെണ്ണുമ്പിളെ ചിലക്കാതെ അവിടെ നില്ല്. നിക്ക്. എങ്ങോട്ടാ ഈ ഇടിച്ചു കയറുന്നേ? നിങ്ങൾ ആരാ? എന്നെ മനസ്സിലായില്ല അല്ലേ? നീലിമയുടെ അമ്മാവനാ ഞാൻ. ഓ, നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നിന്ന് സംസാരിക്കേ. ഓ, ഞാൻ ഇത്തിരിയും കൂടെ കയറി നിന്ന് സംസാരിക്കാൻ പോവാ. അതാ എന്റെ രീതി. ഞാനേ ചുമ്മാ തെണ്ടിക്കറി വന്നതല്ല. എന്റെ പെങ്ങടെ മോളെ കല്യാണം കഴിപ്പിച്ചയച്ച വീട്ടിലേക്കാ ഞാൻ വന്നത്. അങ്ങനെ ഒരു മര്യാദ നിങ്ങൾ എന്നോട് കാണിച്ചില്ലെങ്കിൽ എന്റെ മര്യാദ കേട് ഞാൻ അങ്ങോട്ട് കാണിക്കും. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ അനന്തരവളെ ഒന്ന് കാണണം. കുറെ നാളായിട്ട് അവളുടെ ഒരു വിവരവും ഇല്ല. അവളെ കാണാൻ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാ? നീലിം അവളുടെ വീട്ടിൽ പോയിട്ട് ദിവസം എത്രയായി? അവളുടെ വീടോ? ഇതല്ലേ അവളുടെ വീട്. അവള് മുമ്പ് താമസിച്ചിരുന്ന വീടിന്റെ കാര്യമാ പറഞ്ഞത്. ആ വീട്ടിൽ നിന്നാ ഞാൻ വരുന്നത്. നീലിം അവിടെ ഇല്ലേ? ഇത് എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്? മനുഷ്യൻ കളിയാക്ക. അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. അവള് നിങ്ങളുടെ വീട്ടിലോട്ട് പോന്നിട്ട് ദിവസം എത്രയായി? അവള് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നെന്നോ? നിങ്ങൾ എന്തായി പറയുന്നേ? അവള് കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. 3 മാസമായെന്നോ? ആ, എന്താ പോരെ? നിങ്ങൾ പറയുന്നത് സത്യമാണോ? നീലിം അങ്ങോട്ട് വന്നിട്ടില്ലേ? അവൾ ഇവിടെ ഇല്ലെന്ന് നിങ്ങൾ പറയുന്നത് സത്യമാണോ? അവൾ അങ്ങോട്ട് വന്നു. എന്റെ മോനല്ലേ അവളെ ടൗണിൽ കൊണ്ടുപോയി വിട്ടത്. മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയല്ലേ പെണ്ണുമ്പിളെ. ആരമ്മ ഇത്? നീ ചെന്ന് ഹരിക്കുട്ടിനെ വിളിച്ചോണ്ട് വാ. പെട്ടെന്ന് വരാൻ പറ. അവൾ അങ്ങോട്ട് വന്നെന്ന് 1 മാസത്തിൽ കൂടുതലായിട്ടില്ല. ദിവസം ഒന്നും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? അവള് വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. എന്താ അമ്മേ? ദേ ഇയാള് പറയുന്ന നീലിം അവളുടെ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന്. ചെന്നിട്ടില്ല. ഇയാള് വെറുതെ കള്ളും കുടിച്ച് ലക്കില്ലാതെ കള്ളം പറയുന്നതായിരിക്കും. ദേ നിനക്കെന്റെ സ്വഭാവം അറിയില്ല. ആരടാ കള്ളു കുടിച്ചേ? അമ്മേ, ഇയാളോട് പോകാൻ പറ. പോകാനോ? എങ്ങോട്ടാ പോണ്ടേ? ദേ ഇയാള് വഴക്കിൽ വന്ന ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടി, ഇപ്പൊ തന്നെ വിളിക്ക്. പോലീസ് വരട്ടെ. ഞാൻ പറയാം പോലീസിനോട്. ഞങ്ങളുടെ പെണ്ണിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഉള്ള സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. ആഹാ, നീലാണ്ടനോടാ കളിക്കുന്നേ. എടാ മോനെ, നീ അവളെ ടൗണിൽ കൊണ്ടുപോയി വിട്ടെന്നല്ലേ പറഞ്ഞത്? എന്റെ അമ്മ രമണി സിൽസിന് 2 സാരി, ഒരു പാവാടി, നൈറ്റി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടതല്ലേ ഞാൻ. എന്ന്? ഡേറ്റ് ഒക്കെ ഇനി ഓർത്തെടുക്കണം. എന്തായാലും നീലും ഇവിടെ ഇല്ല. നിങ്ങളുടെ വീട്ടിലുണ്ടെന്നാ ഞങ്ങൾ കരുതിയത്. ഇവിടെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പിന്നെ വേറെ എവിടെ ചെന്ന് അന്വേഷിക്കാനാ? അവള് ചിലപ്പോ വേറെ വല്ലവരും കൂടെ പോയി കാണും. മുമ്പേ പറഞ്ഞു വെച്ചോണ്ട് ഒന്നിച്ച് സ്ഥലം വിട്ട് കാണും. അങ്ങനെ പോയെങ്കിൽ തന്നെ നിന്നെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ലടാ. സമ്മതിച്ചു. അവള് കൊള്ളാവുന്ന ഒരുത്തരെ കണ്ടുപിടിച്ചു എന്നൊന്ന് അറിയിച്ച ഉപകാരമായി. ഞാനിത് വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഇവിടുന്ന് പോയാ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ. ആ, പോലീസ് അന്വേഷിക്കട്ടെ. അന്വേഷിക്കും, സംശയം വേണ്ട. ഞങ്ങളുടെ പെണ്ണിനെ എവിടെ കൊണ്ട് കളഞ്ഞെന്ന് പറയിപ്പിക്കും ഞാൻ. ഓ, ഇയാള് പറയിപ്പിക്കേ. ഓ. ചെല്ല്. എടാ, അയാള് പറഞ്ഞത് ശരിയാണോടാ? നീലിം അവിടെ ചെന്നിട്ടില്ലേ? ചുമ്മാ
നമ്മളെ വരട്ടി പൈസ പിടുങ്ങാൻ വേണ്ടി വന്നതായിരിക്കും. നീ അവളെ ടൗണിൽ കൊണ്ടുപോയി സാരി വാങ്ങിച്ചു കൊടുത്ത് വിട്ടതല്ലേ? അതേന്ന് സാരിയുടെ ബില്ല് ഞാൻ കാണിച്ചതല്ലേ? ശരിയാണല്ലോ. അവള് ബസ്സിൽ കയറി പോകുന്നു നീ കണ്ടോ? ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടു. ഏത് ബസ്സിലെ കയറിയൊന്നും ഞാൻ നോക്കിയില്ല. ഒടുവിൽ ഇതും നമുക്ക് ഭാര്യയായിട്ട് വരുവോ? ഓ, ഒന്നുമില്ലമ്മേ. മുരളിയേട്ടനല്ലേ നമ്മുടെ കൂടെ, പിന്നെന്താ? ആ മുരളിയേട്ടാ. ആ പറഞ്ഞോടാ. അതെ, ഒരു പ്രശ്നമുണ്ട്. ആ അത് നീ വിളിക്കുമ്പോൾ തന്നെ അറിയാം, പ്രത്യേകിച്ച് പറയണ്ട. അല്ല, ഇത് നമ്മളെ രണ്ടുപേരും ബാധിക്കുന്ന പ്രശ്നാ. അതെന്താ? ഉള്ളതിന് തുറന്നു പറയടാ. നീലിമയുടെ വീട്ടുകാർ ഇന്ന് അവളെ തിരക്കി വന്നു. ആരാ വന്നത്? നീലിമയുടെ ഒരു അമ്മാവനാ. ഓ, അമ്മാവനോ? തള്ളേം തന്നെയും കൂടെ പുറപ്പെടുന്നല്ലോ. അവരൊക്കെ ഇനി വരുമായിരിക്കും. സംഗതി വഷളാവുന്ന ലക്ഷണ. എന്നിട്ട് അയാളോട് നീ എന്ത് പറഞ്ഞു? അതൊക്കെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പോലൊക്കെ തന്നെ. പക്ഷെ അയാൾക്ക് വിശ്വാസമായിട്ടില്ല. അല്ലെങ്കിൽ നീ പറയുന്നത് കേട്ട ആരെങ്കിലും വിശ്വസിക്കുമോ? നീ സത്യം പറഞ്ഞാലും കള്ളം പറയാണെന്നേ തോന്നും. മുരളിയേട്ടാ, സംഗതി കുഴപ്പാവോ? എന്ത് കുഴപ്പം വരാന്? നീ ധൈര്യമായിട്ട് നിൽക്കടാ. ആ, എൻ്റെ കൂടെ അല്ലേ മുരളിയേട്ടാ അവള് വീട്ടിൽ നിന്ന് ടൗണിലോട്ട് പോകുന്നത്? അവക്ക് സ്വന്തം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പൊക്കോളാം നീ സമ്മതിച്ചു, അവള് പോയി. അതിനിപ്പം നീ എന്ത് ചെയ്യാനാ? ആ, ഒരു കേസ് വന്നാ എന്നോടല്ലേ ചോദിക്കൂ? എടാ, അതിനൊക്കെ തന്മയത്തമായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഞാനില്ല നിന്റെ കൂടെ. ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ നിന്നെ സഹായിക്കാൻ നമ്മുടെ മിനിസ്റ്ററും ഉണ്ട്. ഇതിൽ കൂടുതൽ സപ്പോർട്ട് എന്തിനാടാ നിനക്ക്? അവസാനം എന്നെ മുന്നിൽ നിർത്തിയിട്ട് എല്ലാവരും കൈയൊഴിയരുത്. അതെന്തൊരു ചീഞ്ഞ വർത്തമാനോടാ നീ പറയുന്നത്? ദേ, നിന്റെ അമ്മയുടെ തനി സ്വഭാവം നീ കാണിക്കല്ലേ? എനിക്കെന്തോ ഒരു പേടി പോലെ. എടാ, ഇനി അത് ഒന്നും ഓർത്ത് പേടിച്ചിട്ട് ഒരു കാര്യമില്ല. വന്നാ വന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. നീലിമയുടെ വീട്ടുകാർ കേസും കോടതിയൊക്കെ ആയിട്ട് സംഗതി കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമോ മുരളിയേട്ടാ? വന്നാ അതിന്റെ ബാക്കി നോക്കണം. എടാ, പാലപ്പടിക്കൽ വീടിന്റെ പ്രമാണം കൈ കിട്ടിയില്ലേ? അന്യാധീനപ്പെട്ട ആസ്തികളെല്ലാം തിരിച്ച് നിങ്ങളുടെ കയ്യിൽ വന്നില്ലേ? അത് മാത്രം ഓർത്താ മതിയല്ലോടാ. എന്ത് കിട്ടിയിട്ട് എന്താ മുരളിയേട്ടാ കാര്യം? അനുഭവിക്കാതെ യോഗം കൂടി വേണ്ടേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം പറ. അമ്മക്ക് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. ആരെ സംശയം? നിന്നെയോ? നീലിമയെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ എന്നെ സൂക്ഷിച്ച് നോക്കുന്നു. ഇന്ന് എന്നോട് പറയാ നീലിമയുടെ വീട്ടിൽ പോയി അവൾ അവിടെ ഉണ്ടോന്ന് ഞാൻ തന്നെ അന്വേഷിക്കണമെന്ന്. ആ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അന്വേഷിക്കാമെന്ന്, അല്ലാതെ എന്ത് പറയാനാ? നീലിമ അവളുടെ വീട്ടിലില്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്ന് അമ്മ പറയുന്നത്. എടാ, അതൊക്കെ നീ അങ്ങനെ തന്നെ ചെയ്യണം. നിന്റെ അമ്മയ്ക്ക് നിന്നെക്കാളും ബുദ്ധിയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്ന് വെച്ചാ? ആ, എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ. എടാ, നീ പറയുന്നതെല്ലാം വിശ്വസിച്ചിട്ടാണോ ആ സ്ത്രീ നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണോടാ? നിന്നെ ഇഞ്ചോടിഞ്ച് അളന്നു കുറിച്ച് വെച്ചിട്ടുണ്ട് നിന്റെ അമ്മ. പുത്രസ്നേഹം ഒന്നുകൊണ്ട് മാത്രം അവർ നിന്റെ സകല കള്ളത്തരങ്ങളും കണ്ടില്ലെന്ന് ഭാവിക്കുക. നീലിമ മിസ്സിംഗ് ആയത് ഉൾപ്പെടെ. മനസ്സിലായോ? അല്ല, അമ്മക്കറിയോ അവക്കെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന്? എടാ, അന്നേ ദിവസം രാത്രി തന്നെ നിന്റെ അമ്മ അത് ഊഹിച്ചറിഞ്ഞിട്ടുണ്ട്. ദേ, എന്ന് വെച്ച് നീ ബേജാറാവൊന്നും വേണ്ട. ഒന്നും അമ്മയുടെ അടുത്ത് സമ്മതിക്കുകയും വേണ്ട. നിന്റെ അമ്മ ഒരു കടമ പോലെ ചോദിക്കും, ഹരിക്കുട്ട അവൾക്ക് എന്ത് പറ്റിയടാ, അവളെ കാണാനില്ലല്ലോ, നീ പോയി അന്വേഷിക്കണം എന്നൊക്കെ. നീയേ അവർ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാൽ മതി. മനസ്സിലായോ? നമ്മുടെ ഇതുവരെയുള്ള നിലപാടിൽ ഒരു മാറ്റം വരുത്തണ്ടല്ലോ. വേണ്ടെന്ന്. നീ ധൈര്യമായിട്ടിടാ. ഇതേ നിന്റെ മാത്രം പ്രശ്നമല്ല. എൻ്റെ രാഷ്ട്രീയ ഭാവി, മിനിസ്റ്ററുടെ കസേര, മന്ത്രിസഭയുടെ നിലനിൽപ്പ് ഒക്കെ ഈ കച്ചിത്തുരുമ്പേല. ഏത് കച്ചിത്തുരുമ്പ്? ഏത്? നീലിമ. നീലിമ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു പോയി. പിന്നെ നമ്മൾ ആരും അവളെ കണ്ടിട്ടില്ല, നമുക്കൊന്നും അറിയില്ല. അത് തന്നെ. ഓക്കെ? ഓക്കെ മുരളിയേട്ടാ. ആ, ശരിടാ.
വാ. ചെല്ല്, ഒരു 5 മിനിറ്റ് ഇവരെ വാച്ച് ചെയ്യണം കേട്ടോ. ശരി സാർ. അമ്മോ, ഹേയ്, കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. കണ്ട സന്തോഷം കൊണ്ടാ. ആ, സമയം കുറച്ചേ ഉള്ളൂ. എല്ലാം പറ. നമ്മുടെ മോള് സുഖമായിട്ടിരിക്കണോ? കുറെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് വലിയ സങ്കടാണോ? ഞാനുണ്ടല്ലോ. അതാ എനിക്കൊരു സമാധാനം. വേഗം പറ, വേറെന്തൊക്കെയാ? മുരളീകൃഷ്ണൻ ഒരു വിജിലൻസ് റെയ്ഡ് നടത്തിച്ച് പാലപ്പടിക്കൽ വസ്തുവകകളുടെ പ്രമാണം കൈക്കലാക്കി. റെയ്ഡ് നടന്നതും നിങ്ങൾ വീട് വിട്ടു പോയതൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെ പത്രം കിട്ടണ്ട. പ്രമാണങ്ങളുമായി വന്ന് ചെറിയമ്മ പാലപ്പടിക്കൽ വീട് പിടിച്ചെടുത്തു. എന്നിട്ടെന്താ, ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങി പോകേണ്ടി വന്നു. അത് സാരമില്ല. സരസ്വതി അമ്മായിയുടെ വീട്ടില് തൽക്കാലം ഞങ്ങൾക്ക് താമസ സൗകര്യം കിട്ടി. മുത്തശ്ശിയുണ്ട് കൂടെ. കമ്പനിയില് തൊഴിലാളി സമരം നടക്കുക. മുരളീകൃഷ്ണൻ കുത്തിപ്പൊക്കിയതാ. ഫാക്ടറി അടച്ചു. ഞാൻ അറിഞ്ഞു. അമ്മായിയുടെ മോൻ ജേർണലിസ്റ്റാ. അത് കാരണം മുരളീകൃഷ്ണനും ഹരീഷിനും ജയശീലിനും ഒക്കെ എന്നെ നേരിട്ട് ആക്രമിക്കാൻ അല്പം പേടിയുണ്ട്. ഞങ്ങളുടെ കാര്യം സാരമില്ല. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ? ജാമ്യം കിട്ടില്ല. ശിവജി മകത്തായല്ലോ. മാത്രമല്ല, കരുതിക്കൂട്ടുണ്ടാക്കിയ കള്ളക്കേസല്ലേ. മുരളീകൃഷ്ണനും ജയശീലിനും ഹരീഷും സദാനന്ദ ഷെട്ടിയും ചേർന്ന ഞാൻ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടയ്ക്കും. പോലീസും അവരുടെ പക്ഷത്താണല്ലോ. നമ്മൾ നിരപരാധികളാണെന്ന് തെളിയിക്കാൻ ഒരു വഴിയുമില്ല. വഴിയുണ്ട്. പക്ഷെ ഞാൻ പുറത്തിറങ്ങണം. ഇറങ്ങാൻ പറ്റില്ലല്ലോ. പറ്റില്ല. പക്ഷെ ഞാൻ ഇറങ്ങാം. നല്ല കരുതലോടെ ഇരിക്കണം. എപ്പോ ചോദിച്ചാലും എടുത്തു തരാൻ പാവത്തില് പണം കരുതി വയ്ക്കണം. പിന്നെ എൻ്റെ പാകത്തിന് കുറച്ച് ഡ്രസ്സ്, വക്കീലിൻ്റെയും ഡോക്ടറുടെയും പള്ളിയിലച്ഛൻ്റെയും വർക്ക്ഷോപ്പ് മെക്കാനിക്കിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഡ്രസ്സ് വേണം. പല വേഷങ്ങൾ കേട്ടേണ്ടി വരും. എന്താ അവിടെ രഹസ്യം പറച്ചില്? കഴിയാറായില്ലേ? അതൊന്നും ശ്രദ്ധിക്കണ്ട. സ്ഥിരം വായ്തരിക. എവിടെയാ കൂടുതൽ തയ്പ്പിക്കണേ? ആർക്ക് സംശയം തോന്നരുത്. എനിക്കറിയാം തയ്ക്കാൻ. ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട്. ആ, നന്നായി. അതാ ഏറ്റവും നല്ലത്. ആ അമ്മോ, ഇനി നീ ഓഫീസിൽ പോകണ്ട. ഒരു രാത്രി ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി ഓഫീസും ഫാക്ടറിയും ഗേറ്റുകളും പൂട്ടിയിടണം. അതിൻ്റെ തലേ ദിവസം ഹൈക്കോടതിയിൽ നിന്നൊരു സ്റ്റേ ഓർഡർ വാങ്ങണം.
എന്തിനുള്ള സ്റ്റേ? അതായത് പൂട്ടിയ കമ്പനിയും ഫാക്ടറിയും ആരും ഏറ്റെടുക്കാതെ നിലവിലുള്ള സ്ഥിതി തുടരാനുള്ള സ്റ്റേ ഓർഡർ. നമ്മുടെ ലീഗൽ അഡ്വൈസറായിട്ട് സംസാരിച്ചാൽ മതി. അയാൾ വേണ്ടതുപോലെ ചെയ്തോളും. പിന്നെ ആരെങ്കിലും കോമ്പൗണ്ടിൽ കയറാൻ ശ്രമിച്ചാൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടണം. മതി നിർത്തിക്കോ.